ദില്ലി മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധം. കറുത്ത ദിനമെന്ന് പഞ്ചാബ് കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി. സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ കക്ഷികൾ. വിഷ്ണുവുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് കർഷകർ ഇത്തരത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലാതെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ, തീർച്ചയായിട്ടും കർഷക സമരത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കർഷകർക്ക് നേരെ വലിയ തലത്തിലുള്ള പോലീസ് നടപടി തന്നെയാണ് ഇവിടെ പല അതിർത്തികളിലും ഉണ്ടായത്. ശംഭു അതിർത്തിയിലായിരുന്നു ഇന്നലെ വലിയ തലത്തിലൊരു സംഘർഷം റിപ്പോർട്ട് ചെയ്തത്. കർഷകർക്കെതിരെ പോലീസ് ജലപീരങ്കി, കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡ്രോണിൽ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെയൊക്കെ തന്നെ പ്രതിഷേധം ശക്തമാണ്. എന്തായാലും കർഷകർക്ക് വലിയ തോതിലുള്ള പിന്തുണ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു സജ്ജീകരണം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർഷകർ ഒരു കാരണവശാലും അകത്തേക്ക് ദില്ലിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയ തലത്തിലുള്ള സിമൻറ്റ് ബ്ലോക്കുകൾ ഉണ്ട്. അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് ഒക്കെ തന്നെ ഇന്നലെ രാത്രിയോടും ഇന്ന് പുലർച്ചയോടും കൂടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണിത്. ഈ ഹൈവേ ആണ് ഇത്തരത്തിൽ മറച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ, ഇത് ഈ ഒരു ഹൈവേയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള നിരവധി ബാരിക്കേഡുകൾ ഒരുപക്ഷേ നമുക്ക് രാജ്യാന്തര അതിർത്തികളിൽ കാണുന്ന പോലുള്ള സന്നാഹങ്ങൾ തന്നെയാണ് കർഷകരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ സിമൻറ്റ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ, കോൺക്രീറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ദില്ലിയിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ വലിയ സിമൻറ്റ് കട്ടകൾ, സിമൻറ്റ് ബ്ലോക്കുകൾ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം വലിയ തലത്തിലുള്ള പോലീസ് സന്നാഹം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ച പോലെ വലിയ ബാരിക്കേഡുകൾ, ബാരിക്കേഡിന് മുകളിൽ മുള്ളുവേലികൾ ഒക്കെ തന്നെ ബാരിക്കേഡിന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലൈ ഓവർ മുഴുവൻ ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ്. പ്രത്യേകിച്ച് കണ്ടെയ്നറുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. വലിയ ടോറസുകൾ, മണ്ണ് നിറച്ച വലിയ ടോറസുകൾ നമുക്ക് ഈ ഒരു ഹൈവേയിൽ കാണാൻ കഴിയും. അത്തരത്തിൽ കർഷകർ ഒരു കാരണവശാലും ദില്ലിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. അതേസമയം കർഷകർക്കുള്ള വലിയ ഒരു പിന്തുണ കൂടി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ കർഷകർക്കെതിരായിട്ടുള്ള നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. കാരണം കർഷകർക്കെതിരെ ഇത്തരം നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ച കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് കർഷകർക്കെതിരെ ഇത്തരം നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കൂടി സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന തലത്തിലൊരു പ്രസ്താവന സംയുക്ത കിസാൻ മോർച്ചയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഇന്നിപ്പോൾ ശിരോമണി അകാലിദൾ രംഗത്ത് വന്നിട്ടുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശിരോമണി അകാലിദൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ പോലീസിന് പുറമെ കേന്ദ്രസേനയെ പോലും വിന്യസിച്ചിട്ടുണ്ട്. ഇത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് നമ്മൾ ഈ ഒരു ഹൈവേയിലൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ സിമൻറ്റ് ബ്ലോക്കുകൾ, ഈ സ്ലാബുകൾ വെച്ചിട്ട് അതൊക്കെ തന്നെ കോൺക്രീറ്റ് നിറച്ചിരിക്കുകയാണ്. കർഷകരുടെ ട്രാക്ടറുകൾ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺക്രീറ്റുകൾ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പിറകിലായിട്ടാണ് ഈ വലിയ തലത്തിലുള്ള മുള്ളുവേലികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾക്ക് മുകളിലാണ് ഇത്തരത്തിൽ മുള്ളുവേലികൾ നിരത്തിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ രാജ്യാന്തര അതിർത്തിയാണോ എന്ന് പോലും, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണോ എന്ന് പോലും സംശയമുളവാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ്, അത്തരം സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഇതിൻ്റെ ബാരിക്കേഡുകൾക്ക് മുകളിൽ വീണ്ടും മുള്ളുവേലികൾ കെട്ടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ രണ്ട് സൈഡിലും ഈ ഹൈവേയുടെ രണ്ട് സൈഡിലും അതേ തലത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നീട്
ഈ ഒരു ബാരിക്കേഡ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ നിർത്തി കണ്ടെയ്നറുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കർഷക സമരം ശക്തിപ്പെടരുത്, അല്ലെങ്കിൽ കർഷകർ ഒരു കാരണവശാലും ദില്ലിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് തന്നെയാണ് ഇത്തരം സജ്ജീകരണങ്ങൾ കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആര്യ, തീർച്ചയായും വിഷ്ണു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി കൂടുതൽ പേർ പിന്തുണ പ്രഖ്യാപിച്ച്, കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നുണ്ട്. അങ്ങനെ എന്നിരുന്നാൽ കൂടി തങ്ങളുടെ ഇത്രയും കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കെ തന്നെ ആവശ്യങ്ങളിൽ നിന്ന് അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് തന്നെയാണ് കർഷക സംഘടനകൾ ഇപ്പോഴും അറിയിക്കുന്നത്. ആര്യ, തീർച്ചയായിട്ടും ഇത്രത്തോളം കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. കർഷകർ ഇപ്പോഴുള്ളത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള ശംഭുവിലാണ് ഇന്നലെ വലിയ തോതിലുള്ള പോലീസ് നടപടി കർഷകർക്ക് നേരെ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇന്നും ദില്ലിയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഹരിയാനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനിടയിൽ നിരവധി നമ്മളിപ്പോൾ കാണുന്നതിന് സമാനമായിട്ടുള്ള നിരവധി ബ്ലോക്കേജുകൾ, ബാരിക്കേഡുകളൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇനി ശംഭുവിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് കുരുക്ഷേത്രയിൽ എത്തേണ്ടതുണ്ട്. കുരുക്ഷേത്ര, ജിന്ദ്, അതിനുശേഷം പാനിപ്പത്ത്, സോനിപ്പത്ത് കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സിംഗു അതിർത്തിയിലേക്ക് എത്തുക. അപ്പോൾ 5 ഇത്തരത്തിലുള്ള ബ്ലോക്കേജുകൾ, പോലീസ് ബാരിക്കേഡുകൾ മറികടന്നാൽ മാത്രമേ കർഷകർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നലെ കണ്ട രീതിയിലുള്ള ഒരു പോലീസ് നടപടിയാണ് കർഷകർക്ക് നേരെ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള, അതായത് മറ്റ് സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ വലിയ തലത്തിലുള്ള സംഘർഷങ്ങൾക്ക് തന്നെയായിരിക്കും സാധ്യത എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇനിയും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ കർഷകർ സമര രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാകും ഉണ്ടാവുക. അത് കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ടാകും. എന്തായാലും കർഷക സമരത്തിന് കൂടുതൽ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സംയുക്ത കിസാൻ മോർച്ച കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ കർഷകർക്കെതിരായിട്ടുള്ള നടപടി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞിരുന്നു. അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ്, ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയൊക്കെ തന്നെ കർഷക സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആര്യ.